ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. മുക്കാലിക്ക് വേണ്ടത് 3 കാലുകളാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടതും 3 കാലുകളാണ്. ആ 3 കാലുകൾ നമുക്കുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ജീവിതം നമ്മൾ ഉറപ്പിക്കുന്നെങ്കിൽ നമ്മൾ സുരക്ഷിതരാകും. ഒരു സ്ത്രീ അല്പം പരിഭവം പോലെ സൂചിപ്പിച്ചൊരു കാര്യം, പക്ഷേ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാറില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒറ്റപ്പെടലും കഷ്ടപ്പാടും? എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും ഒറ്റക്കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഒറ്റപ്പെടാറുണ്ട്. എനിക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട്? ഇത്രയും പോലും പ്രാർത്ഥന ഇല്ലാത്തവർക്ക് ഇതിനേക്കാൾ വേണമെങ്കിൽ സുഖമായ ജീവിതം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന് 7 വ്യാകുലവാൾ അവളുടെ ചങ്കിൽ തറയ്ക്കാൻ കാരണമായത് അവൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ? പ്രാർത്ഥിക്കാതിരുന്നിട്ടാണോ? നന്മ ചെയ്യാതിരുന്നിട്ടാണോ? നമുക്ക് നന്മ ചെയ്താലും കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളത് പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 പത്രോസ് 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതാണ് 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ 2 തീമോത്തി 3:12 വായിച്ചാലോ, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഇത് നമ്മുടെ വിളിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 1-ാമത്തെ കാല് ഇതാണ്: നിൻ്റെ പ്രവൃത്തിക്ക് പ്രത്യാഘാതമുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, എവരി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും പ്രത്യാഘാതമുണ്ട്. ഉപാധ്യായയുടെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വചനം എടുക്കുമ്പോൾ, നിൻ്റെ പാപം നിൻ്റെ തന്നെ തലയിൽ വന്ന് വീഴും. ആ പ്രവൃത്തിക്ക് ഒരു പ്രത്യാഘാതമുണ്ടാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നീ പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷ നിൻ്റെ തലയിൽ വന്ന് വീഴും. അങ്ങനെ ഒരു ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ പാപം ചെയ്യാതിരിക്കണം. അതാണ് ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശം. പ്രഭാഷകൻ 32:23 വായിച്ചാൽ, നിൻ്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. വചനം പറയുകയാണ്, നാം പാപം ചെയ്താൽ ആ പാപം, അതേക്കുറിച്ചുള്ള ചിന്തകൾ, അതിൻ്റെ ഒരു സ്വാധീന ശക്തി, ഇതെല്ലാം നമ്മെ വേട്ടയാടുന്ന അനുഭവം നമുക്ക് ഉണ്ടാകാം. സങ്കീർത്തനം 107:17 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിൻ്റെ പാപം നിന്നെ രോഗിയാക്കി മാറ്റാം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗികളായി തീർന്നവരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 1:14, അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ പാപം നിന്നെ അടിമയാക്കും. പാപപ്രവൃത്തി നമ്മെ അടിമത്തത്തിലേക്ക്, ഒരടിമയെപ്പോലെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ നയിച്ചെന്ന് വരും. സുഭാഷിതങ്ങൾ 24:20 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പാപം നിൻ്റെ ഭാവി നശിപ്പിക്കും. പാപജീവിതം നയിച്ചിട്ട്, പാപം പിടിയാതിരുന്നിട്ട് നല്ല ഭാവി ഉണ്ടാകണം എന്നാഗ്രഹിച്ചാൽ അതിന് നമ്മൾ എവിടെയെല്ലാം പോയി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അതുണ്ടാകണമെന്നില്ല. സങ്കീർത്തനം 32:1 മുതൽ വായിക്കുമ്പോൾ, നിൻ്റെ പാപം മൂലം നീ ക്ഷയിച്ചുകൊണ്ടിരിക്കും. നിൻ്റെ ശരീരം ക്ഷയിക്കും, മറ്റ് പല മേഖലയിൽ നീ ക്ഷയിക്കുന്ന അനുഭവം നിനക്കുണ്ടാകാം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 32. സുഭാഷിതങ്ങൾ 22:8 വചനവും ഗലാത്യർ 6:7 മുതലുള്ള വചനവും വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഒരേ കാര്യമാണ്. നീ അനീതി വിതച്ചാൽ അനർത്ഥം കൊയ്യേണ്ടി വരും, ജഡത്തിനായി വിതച്ചാൽ നാശം കൊയ്യേണ്ടി വരും. ഈ പ്രവൃത്തിക്ക് തക്കതായ ഒരു പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യെശയ്യാ 59:1 മുതൽ വായിക്കുമ്പോഴോ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതല്ല, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞിരിക്കുന്നത് നിൻ്റെ തന്നെ പാപം. പ്രഭാഷകൻ 6-ാം അധ്യായം 2 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെട്ടാൽ നീ അവസാനം ഒരു ഉണക്കമരമായി മാറും. ഇതൊക്കെ ആ ആക്ഷന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന റിയാക്ഷനെ കുറിച്ചാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 21:13 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദരിദ്രൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവൻ വിലപിക്കേണ്ടി വരും. നമ്മുടെ മുമ്പിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാതിരുന്നാൽ നാം വിലപിക്കേണ്ടി വരും. സുഭാഷിതങ്ങൾ 28:27 എടുത്താലോ, ദരിദ്രരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപമുണ്ടാവും. ഇതെല്ലാം നമ്മൾ കാണുന്നത് പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തേത്, നിൻ്റെ സൽപ്രവൃത്തിക്ക് തക്ക പ്രതിഫലമുണ്ടെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം എന്നുള്ളത് പൗലോസ്ലീഹ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. സുഭാഷിതങ്ങൾ 19:17, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ
കർത്താവിനാണ് കടം കൊടുത്തിരിക്കുന്നത്. ആ കടം കർത്താവ് വീട്ടിയിരിക്കും. ദൈവം അത് വീട്ടുന്നത് പലിശ, കൂട്ടുപലിശ ഒക്കെ ചേർത്താണ് എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 10-ാം അധ്യായം 40 മുതൽ വായിക്കുമ്പോഴോ, നീ കൊടുത്ത ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും ദൈവം നിനക്ക് പ്രതിഫലം നൽകിയിരിക്കും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തായി 25-31 മുതൽ വായിക്കുമ്പോൾ അവസാന വിധി എന്തിൻ്റെ പേരിലായിരിക്കും എന്നുള്ളത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. സൽപ്രവൃത്തികൾ ചെയ്തവർക്ക് അതനുസരിച്ചുള്ള ഒരു വിധി ഉണ്ടാവും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ശുദ്ധമായ സഹനം. മൂന്നാമത്തെ കാല് അതാണ്. ശുദ്ധമായ സഹനം എടുക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അതിന് സഹനത്തിനും ത്യാഗത്തിനും വലിയ പ്രതിഫലമുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ പഠിപ്പിച്ചത് ശുദ്ധമായ സഹനം ശുദ്ധമായ വിവേകം തരും. ദാനിയേൽ 1:17 വായിച്ചാൽ 4 ചെറുപ്പക്കാർ കുറച്ച് ത്യാഗമെടുത്തു. അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വളരെ വലുതായിരുന്നു. വിദ്യ, വിജ്ഞാനം, സാമർഥ്യം ഇതെല്ലാം ദൈവം അവർക്ക് നൽകിയതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മത്തായി 10:22, വെളിപാട് 2:10 ഇതെല്ലാം വായിച്ചാൽ ഈ ഭൂമിയിൽ നമ്മൾ എടുക്കുന്ന ത്യാഗം, സ്വർഗത്തിന് വേണ്ടിയുള്ള നമ്മുടെ ത്യാഗങ്ങൾ, അതിനെല്ലാം വലിയ പ്രതിഫലമുണ്ടാകും. ജീവൻ്റെ കിരീടം കർത്താവ് നമ്മെ അണിയിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 പത്രോസ് 5:9-10 വായിച്ചാൽ താൽക്കാലികമായ കുറേ ക്ലേശങ്ങൾ, സഹനങ്ങൾ നമുക്കുണ്ടാകാം. അത് എടുക്കേണ്ട പോലെ എടുത്താൽ ദൈവം നമ്മെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദൈവം നമ്മുടെ ജീവിതം ആത്മീയതയിൽ സ്ഥാപിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.